അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ സോയ വെച്ചിട്ടുള്ള ഒരു പെരട്ടിൻ്റെ അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു 100 ഗ്രാം സോയ എടുത്തിട്ടുണ്ട്. വലുതാണ് എടുത്തിട്ടുള്ളത്, ചെറുതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇത് മുങ്ങി നിൽക്കാനുള്ള അത്രയും വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കുതിർന്ന് പൊന്തി വരട്ടെ. ഇങ്ങനെയാണ് നമ്മൾ പെരട്ട് തയ്യാറാക്കി എടുക്കണം. നോക്കുക, ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. രണ്ട് സവാള നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായി വഴന്നിട്ട് ഇതിന് കളറൊക്കെ മാറി വരണം സവാളയുടെ. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. സവാള കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് 2 തക്കാളി വെള്ളം ചേർക്കാതെ പേസ്റ്റാക്കി അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. വെള്ളമൊക്കെ വറ്റി നന്നായി ഇട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാം കൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ച സോയ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. അടച്ചു വെച്ച് തിളപ്പിക്കാം. നമ്മൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി നന്നായി ഡ്രൈ ആക്കി എടുക്കണം. നമുക്ക് കുറേ നേരം നമ്മളിതുപോലെ ഇളക്കി കൊടുത്താൽ വെള്ളമൊക്കെ വറ്റി സോയയുടെ ഉള്ളിലൊക്കെ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ടാവും. അതൊക്കെ വറ്റിയിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം.
വറ്റി മസാലയൊക്കെ നന്നായി സോയയിൽ പിടിച്ചിട്ടുണ്ട്. രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് നടുവ് കീറിയതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ സോയ വെച്ചിട്ടുള്ള നമ്മുടെ പെരട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.